Hello friends, welcome back to eripori kitchen. ഞാൻ Milu George. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗ്രിൽഡ് ഫിഷും അതേപോലെ ഒരു റൈസും ആയിട്ടാണ്. ഇന്നത്തെ ഒരു റെസിപ്പി നമ്മൾ കഴിച്ചിരിക്കുന്ന തനത് ഭക്ഷണശീലങ്ങളിൽ നിന്നും വേറിട്ട ഒരു റെസിപ്പിയാണ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഏത് ദശകട്ടിയുള്ള മീനിലും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് നമ്മുടെ കേരള സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്ത് നോക്കാം. പക്ഷേ തീർച്ചയായും നിങ്ങളത് തയ്യാറാക്കി നോക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തയ്യാറാക്കാനുള്ള റൈസിന് വേണ്ടി കുറച്ച് ബദാം ഒന്ന് കുതിർത്താനായിട്ടിടാം. മീൻ ഇവിടെ വൃത്തിയാക്കി നല്ലതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെടുത്തിരിക്കുന്ന മീനിൻ്റെ പേര് രോഹു എന്നാണ്. ഇത് സിലോപ്പിയിലോ കരിമീനിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. അതേപോലെ കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് മല്ലിയില അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു ചോപ്പറിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില. ഇത് സോയ സോസാണ്. ഫിഷ് സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഫിഷ് സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. സോയ സോസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ബട്ടർ ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അത് സോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ടാണ് ഉപ്പ് വളരെ കുറച്ച് ചേർത്തത്. നിങ്ങൾ കുറവ് ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഇത് നന്നായിട്ട് ചോപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മല്ലിയിലയും അതേപോലെ ബട്ടറും ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ബട്ടർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിവാക്കാം. കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇത് ചേർക്കാം കേട്ടോ. ബട്ടർ എന്ന് പറയുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പൊതുവേ ബട്ടർ മീനിൽ ഉപയോഗിക്കാറില്ലല്ലോ. ഇനി 230 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടാൻ പോവുകയാണ്. 2 കോയിലും നന്നായിട്ട് ചൂടായിക്കണം. ഇനി നമ്മൾ കുറച്ച് നാരങ്ങ എടുത്ത് സ്ക്യൂസ് ചെയ്യുവാണ് കേട്ടോ. പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ. ഇനി നമുക്ക് ഇത് ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1 അവറാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. 230 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്കുള്ള റൈസിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെക്കാം. അതേപോലെ ബദാം സോക്കായിട്ടുണ്ട്, അത് ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഫിഷ് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഫിഷിൻ്റെ സ്റ്റോക്ക് എല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ആവി പറക്കുന്നതിൽ നിന്ന് നന്നായിട്ട് ബേക്കായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലഷ് എല്ലാം നല്ല സ്മെല്ലാണ്. അതായത് ആ ഒരു ബട്ടറിൻ്റെയും മല്ലിയിലയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ബേക്കായിട്ടുണ്ട് കണ്ടോ. മസാലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് ഫിഷിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ ഡ്രൈ പാഴ്സലിയാണ് 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ ഒലീവ് ഓയിൽ അത് ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓയിസ്റ്റർ സോസാണ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ സോയ സോസ്. ഇനി ജിഞ്ചർ ഗാർലിക് ചതച്ചത്, ഒരു 3 പച്ചമുളക്, ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര, ഒരു 2 നുള്ളു ഉപ്പ്. ഇനി ഒരു കഷ്ണം നാരങ്ങ കൂടെ നമ്മൾ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു സോസാണ്. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയോ മധുരമോ ഒക്കെ കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മളൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്തിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതും മാറ്റിയിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഡ്രൈ പാഴ്സലി, ഫ്രഷ് പാഴ്സലി കിട്ടുമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ചേർത്ത് കൊടുക്കാം. ഇനി ബസ്മതി റൈസ് വേവിച്ചതാണ് ഇത്, സോറി കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വേവിച്ചതാണ്. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാരറ്റും ബദാമൊക്കെ ചേർത്ത് അതൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫിഷ് നമ്മൾ റൈസിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈമ്, സുഗിനി ഇതൊക്കെ കൊണ്ട് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സോസും അതേപോലെ ഈ ഒരു ഫിഷ് ബേക്ക് ചെയ്ത സമയത്ത് നമ്മൾ ബാക്കി അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു ജ്യൂസുണ്ട്, അതിൻ്റെ ആ ഒരു ബ്രോത്ത്, അതും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഫിഷും റൈസും കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഫിഷ് കൊണ്ടൊരു റൈസ് ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ ചെയ്യുന്നത്. ഞാൻ വ്യത്യസ്തമായ അനവധി റെസിപ്പികൾ റൈസ് കൊണ്ട് തന്നെയുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വ്യത്യസ്തമായ റെസിപ്പികൾക്ക് വേണ്ടി തീർച്ചയായും എരിപ്പൊരി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.